ഒരാളുടെ ഉയർച്ചയിൽ, അവരുടെ വളർച്ചയിൽ, അവരുടെ നന്മയിൽ സന്തോഷം കാണുവാൻ കഴിയാതെ അവരെ ഏത് നിലവാരത്തിലെങ്കിലും തകർക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണം, അവരോട് അസൂയ വച്ചു പുലർത്തുന്നവർ. നമ്മുടെ ജോലി സ്ഥലങ്ങൾ ഒരുപക്ഷെ അതുണ്ടാകാം, നമ്മുടെ ചുറ്റുപാടുകൾ അത് പ്രതീക്ഷിക്കാം. പക്ഷേ എന്നാൽ നമുക്ക് തിന്മ നേരുന്ന ജനങ്ങൾ നമ്മുടെ മധ്യയുണ്ടെങ്കിലും ഏതിനം തിന്മയിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഒരിക്കൽ അടിമയായി ബാബേൽ, ഇന്നത്തെ ഇറാഖിലേക്ക് കൊണ്ടുപോയ ദാനിയേൽ, ദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കത്തില്ല എന്ന് തീരുമാനമെടുത്ത ഭക്തൻ. രാജ്യത്തിൻ്റെ നിയമം രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുത്. തൻ്റെ പ്രമാണത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ താല്പര്യമില്ലാത്ത, ഒരിക്കൽ പോലും പിന്മാറാത്തൊരു വ്യക്തി തൻ്റെ ഉയർച്ചയിൽ, തൻ്റെ ജോലിസ്ഥാനത്ത് തൻ്റെ ഉയർച്ച കണ്ട് അസൂയപ്പെട്ട് തന്നെ തകർത്ത് കളയുവാൻ ശത്രുക്കൾ വട്ടം കൂടി നിൽക്കുമ്പോൾ, പ്രതികൂലത്തിൻ്റെ അസ്ത്രങ്ങൾ എറിയുമ്പോൾ ഭക്തൻ മുട്ടുമടക്കി 3 നേരം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ച ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേലിൻ്റെ ജീവിതത്തിൽ അവനെതിരെ നിയമങ്ങൾ കൊണ്ടുവന്നു എങ്കിലും കർത്താവ് ദാനിയേലിന് കൂടെ ഉള്ളതുകൊണ്ട് തൻ്റെ ദൂതന്മാരെ തന്നെ രാജാവിട്ട സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് നിന്ന് ദൈവം സിംഹത്തിൻ്റെ വായടച്ച് രക്ഷിച്ചു. സിംഹക്കൂട്ടിൽ നിന്നും ദാനിയേലിനെ കർത്താവ് വിടുവിച്ചു. നോക്കൂ, ഇരമ്യാവിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്: ഞാൻ ഇന്ന് ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വയ്ക്കും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നാം അകപ്പെട്ടിരിക്കുന്ന അനർത്ഥങ്ങൾ എത്ര വ്യസനകരമാണെങ്കിലും, എത്ര ദുഃഖകരമാണെങ്കിലും, ഇവിടെ നിന്ന് നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് നാം ഭയപ്പെട്ടും നിരാശയോടെയും നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവവേദനേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥങ്ങളിൽ, ഈ വേദനകളിൽ, ഈ അസൂയയോടെ നോക്കിക്കാണുന്ന ജീവിതങ്ങളുടെ നടുവിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് ഏറ്റവും മതിയായ ദൈവമാണ്. ഞാൻ ഇപ്രകാരം വായിച്ച ഒരനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു മനുഷ്യൻ വിദേശ രാജ്യത്ത് വച്ച് കാണുമ്പോൾ താൻ ധരിച്ചിരുന്ന ഷർട്ടിൽ മീനിൻ്റെ സിമ്പൽ വച്ചിരുന്നു, മീനിൻ്റെ ഒരു പടം. ഏത് സമയത്തും താൻ അങ്ങനെയുള്ള ഷർട്ടുകൾ ധരിക്കത്തുള്ളൂ. അപ്പോൾ കണ്ട ഒരു വ്യക്തി തന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഈ എംബ്ലം, മീനിൻ്റെ ഒരു എംബ്ലം വയ്ക്കുന്നത് കൊണ്ട് എന്താ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കപ്പിത്താനാണ്. ഞാൻ സമുദ്രത്തിൽ കപ്പലോടിച്ച് കടലിൻ്റെ നടുഭാഗത്തെത്തിയപ്പോൾ എൻ്റെ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. എങ്ങനെയോ കപ്പലിൽ ഒരു ചെറിയ സുഷിരമുണ്ടായിരുന്നു, ഉള്ളതുകൊണ്ട് ആ സുഷിരത്തിലൂടെ വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങളാരും എങ്ങനെ പണിപ്പെട്ട് നോക്കിയിട്ടും കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലെത്തി. കപ്പലിൽ വെള്ളം നിറയുന്നു, ഒഴുക്ക് നിൽക്കുന്നില്ല, അടയ്ക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്കും ശക്തമായ ഒഴുക്കായിരുന്നു. കപ്പിത്താൻ ഒരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹം പറഞ്ഞു, യേശു കർത്താവിനല്ലാതെ മറ്റാർക്കും ഈ അനർത്ഥത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ കഴിയില്ല. ആ മനുഷ്യൻ മറ്റുള്ള ജോലിക്കാരെല്ലാവരെയും ചേർത്ത് കൂട്ടമായി നിർത്തി ഐക്യതയോടെ, കണ്ണുനീരോടെ താൻ പ്രാർത്ഥിച്ചു. വേഗത്തിൽ ഒഴുക്ക് നിലച്ചു. എങ്ങനെയാണെന്നറിയില്ല, കാണാൻ കഴിയത്തില്ല, കാരണം വെള്ളം അത്രത്തോളം നിറഞ്ഞു കഴിഞ്ഞു.
കപ്പൽ പണിപ്പുരയിലേക്ക് കയറ്റി. താൻ അവിടെ നോക്കിയപ്പോൾ കപ്പലിൻ്റെ ഹോളിലേക്ക് ഒരു മീൻ വന്ന് അടച്ച് ഈ കപ്പലിൻ്റെ ഹോളിൽ നിന്ന് വെള്ളം ഹോള് വഴി, ആ ദോരം വഴി കപ്പലിനുള്ളിലേക്ക് കയറാതെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അദ്ദേഹം പറയുക, ആ മീനിനെ ഓർത്തുകൊണ്ട്, അതിനെ അയച്ച കർത്താവിനെ ഓർത്തുകൊണ്ട് ഞാൻ എങ്ങനെയാണ് രക്ഷിച്ചത്, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചത്, അതിന് ദൈവം ഉപയോഗിച്ച ഒരു രീതി, അതുകൊണ്ടാണ് ഞാനങ്ങനെ വയ്ക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് പൗലോസും പറയുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, എപ്പോഴും നാം കർത്താവിനെ ധ്യാനിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമുക്കെതിരെ വരുന്ന ഏത് ആയുധങ്ങളിൽ നിന്നും, ഏത് പ്രതികൂലങ്ങളിൽ നിന്നും, അത് അയക്കുന്ന വ്യക്തികൾ, അത് ചെയ്യുന്ന വ്യക്തികൾ രാജാക്കന്മാരാണെങ്കിൽ പോലും അതിൻ്റെ നടുവിൽ നിന്ന് സിംഹത്തിൻ്റെ വായടച്ച് നമ്മെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുവാൻ നാം ആരാധിക്കുന്ന, നമ്മെ വിളിച്ച ദൈവം മതിയായ ദൈവമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം നാം പരാജയപ്പെടുകയില്ല, ഭയപ്പെടേണ്ട. നാം വിജയിക്കും. നാം അകപ്പെട്ടിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.